സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ 2022 തിരുവനന്തപുരം മ്യൂസിയത്ത് ഒരു ഭിന്നശേഷി സൗഹൃദ പാർക്ക് ആരംഭിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു ബിന്ദു. ഇന്ന് നമുക്കൊപ്പമുള്ളത് ബിന്ദു ചേച്ചിയാണ്. ചേച്ചി, ഇവിടുത്തെ ആദ്യത്തെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നല്ലോ. പാർക്കിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത്? പാർക്കിൽ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ വീൽ ചെയറിൽ പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമൊക്കെ വളരെ ഇല്ല. ടോയ്ലറ്റ് സൗകര്യമില്ല. പൊതുവിൽ തലസ്ഥാന നഗരത്തിൽ ഒരു ടോയ്ലറ്റ് ഇല്ല, ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള ടോയ്ലറ്റുകൾ ഇല്ല എന്നുള്ളത് അത്തരത്തിലൊരു ആരോപണമുണ്ട്. അത് ശരിക്കും അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഞാൻ എംപ്ലോയ്മെൻ്റ് വഴി ഒരുപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ടോയ്ലറ്റ് സൗകര്യം എന്ന് പറയുമ്പോൾ വീൽ ചെയറിൽ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഒരു സ്ഥാപനങ്ങളിലും, ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനങ്ങളിലും, പരീക്ഷാ ഭവനിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വീൽ ചെയറിലാണ് ഒരു കുട്ടി അവിടെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. ആ പരീക്ഷാ ഭവനകത്ത് ആ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെയും ടോയ്ലറ്റിൽ പോകാതെ ഇരുന്നിട്ടാണ് വൈകുന്നേരം പോണത്. ഡെയിലി വേജസ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയാണ്. 6 മാസം എൻ്റെ കൂടെ അവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ നമ്മളാണ് ഉച്ചയ്ക്ക് കൈ കഴുകാനൊക്കെ വീൽ ചെയറിൽ മാത്രമേ അതിനിരിക്കാൻ പറ്റൂ. 2 കാലും തളർന്നു പോയതാണ്. അപ്പം അത് വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കും, കാരണം അവിടെ അതിനുള്ള സൗകര്യം ഇല്ല. ഈ ചേച്ചി ഇവിടെ താൽക്കാലിക ജീവനക്കാരിയായി കയറുമ്പോൾ എത്ര രൂപയായിരുന്നു ശമ്പളം? ഒരു ദിവസം 675 രൂപയായിരുന്നു. അപ്പം സെക്രട്ടേറിയറ്റിലത്തേക്ക് ഒരു തസ്തിക സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുവരെ നിൽക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ പൂജപ്പുര VTCയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. പഠിച്ചു എന്നൊരു കാരണത്താലാണ് എനിക്കിവിടെ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി തന്നത്. അത് കഴിഞ്ഞ് ഒരു 8 മാസം ജോലി ചെയ്തപ്പോൾ ഒരു ഓണം അടുപ്പിച്ചു. ഓണത്തിന് ഒരു 10 ദിവസം കിടക്കെ ഒരു ദിവസം 6 മണി വരെയാണ് ഇവിടെ ഡ്യൂട്ടി. രാവിലെ 10 മണി മുതൽ 6 മണി വരെ. ആ 5:30 മണിക്ക് സാറ് വിളിച്ചിട്ട് പറഞ്ഞ് ശമ്പളം 28-ാം തീയതി ആയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം സാറേ എനിക്ക് ശമ്പളം ഇതുവരെയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വൈകുന്നേരം സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സങ്കടത്തിൽ ചോദിച്ചു, സാറേ ശമ്പളം ചോദിച്ചത് കൊണ്ടാണ് ഇനി വരണ്ടെന്ന് പറഞ്ഞതെന്ന്. ഞാൻ ഈ സൂവിനകത്ത് നിന്ന് ഒരുപാട് സമയം കരഞ്ഞിട്ടാണ് അന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇന്നും എനിക്ക് വിചാരിക്കാൻ വയ്യ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം കിടക്കെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് സാമൂഹ്യനീതി വകുപ്പിലെ ഓയമാരെയാണ് ഇവിടെ നിയമിച്ചത്. മാസങ്ങളോളം ഓയമാർ ഒന്നരാടം വന്ന് ഇവിടെ വെള്ളം ഒഴിക്കുകയും ഇവിടെ വന്ന് കസേരയിട്ടിരിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ഭിന്നശേഷിക്കാരിയായ എന്നെ ഇവിടെ വെറുതെ നിൽക്കുകയായിരുന്നു. ഞാൻ ജോലിയൊന്നുമില്ലാതെ മാസങ്ങളോളം പിന്നീട് ഞാൻ ജോലിയില്ലാതെ നിന്ന്. ഭിന്നശേഷിക്കാർക്ക് ഒരു ഉപജീവന മാർഗം തരാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അതായത് സാമൂഹ്യ നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ഈ ഭിന്നശേഷിക്കാരെ പാർക്കിന് ഒരു സൗകര്യമില്ല. ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്ത വീശിയിട്ട തിട്ടപ്പുറത്ത് പോയിരിക്കണം. ഇവിടെ ഒരു കുട വെച്ചേരാന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടില്ല. ഒരു അലമാര വെച്ചേരാന്ന് പറഞ്ഞിട്ട് അലമാര വെച്ചില്ല. ഇവിടെ ഒരു ബാത്റൂം ആവശ്യം വേണം. ഈ ഭിന്നശേഷിക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ബാത്റൂമിൽ പോകണമെങ്കിൽ അങ്ങ് മെയിൻ ഗേറ്റിൻ്റെ അങ്ങ് പോകണം. എന്നെങ്കിൽ അവരിവിടെ ഇങ്ങനെ സാധിക്കും. അത്ര ചേച്ചി, പൊതുവിൽ ഒരു ഭിന്നശേഷി സൗഹൃദ പാർക്കാണല്ലോ. അപ്പോൾ ഇവിടെ എത്ര പേർക്കാണ് പൊതുവിൽ ഇതിനകത്ത് പ്രവേശനമുള്ളത് കയറാനായിട്ട്? കയറാൻ പ്രവേശനം ഒരു ഭിന്നശേഷിക്കാരനും അവരുടെ കൂടെ ഒരാളുമാണ് കയറാനുള്ള അനുവാദം. പക്ഷെ അത് ഒരിക്കലും പ്രാവർത്തികമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ തന്നെ ഇവിടെ പാർക്കിൽ ആൾ കുറവാണ്, തീരെ കുറവാണ്. അപ്പം കൂടെ വരുന്നവരിൽ 2 പേരെ കയറാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ കുടുംബത്തിനൊരു ഭാരം തന്നെയാണ്. കാരണം ഒന്നുകിൽ ആരോഗ്യത്തോടെ ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികം വേണം. ഇപ്പം എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. ഭർത്താവിന് ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഞാനും ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭർത്താവ് വിചാരിക്കും, ഞാൻ ആരോഗ്യമുള്ള ഒരാളായിരുന്നെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോയി പരസ്പരം അധ്വാനിച്ച് ജീവിച്ചുകൂടായിരുന്നോ എന്ന് ചിന്തിക്കും. ഈ പാർക്കിലെ അലങ്കാര ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ പരിപാലിച്ച ആദ്യത്തെ ജീവനക്കാരിയായിരുന്നു ബിന്ദു ചേച്ചി. പെട്ടെന്നൊരു ദിവസം തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് വേദനയോടുകൂടിയാണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് ചേച്ചി മടങ്ങിയത്. കേരളം ഭിന്നശേഷി സൗഹൃദമാണോ എന്നുള്ളൊരു ചോദ്യം ചേച്ചിയുടെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നാം.
വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.